മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻഫോസിസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഏഴ് ഷിഫ്റ്റും പിടിച്ച് ഓട്ടോ പിടിച്ച് നേരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. കാരണം രാവിലത്തെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് എനിക്ക്. അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. എന്തെന്നറിയില്ല, ഒടുക്കത്തെ മധുരമുള്ളൊരു സാമ്പാറായിരുന്നു. പിന്നെ ഈ ബംഗാളി കുട്ടിയാണ് ഇന്ന് എൻ്റെ ഇവിടെ ക്യാമ്പിന് വരുന്നുണ്ടായത്. അപ്പം ഞാൻ ഇവളും കൂടി വേഗം ഓടി നമ്മളെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം 9 മണിക്കാണ് വണ്ടി വരുന്നത് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം എൻ്റർ ചെയ്ത് വെത്തുമ്പോഴേക്കും ഞാൻ ഏകദേശം 9:30 ആയി. പിന്നെ അവിടുന്ന് നേരെ വണ്ടിയും പിടിച്ച് നമ്മൾ വീണ്ടും യാത്രയായി. പിന്നെ എനിക്ക് ഇവക്ക് ഒന്നും അറിയില്ല ഈ ക്യാമ്പിനെ പറ്റി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ക്യാമ്പിന് പോകുന്നത്. പിന്നെ അരമണിക്കൂറിൽ എത്തേണ്ടത് നമ്മൾ ഫൈനലി 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയത്. കാരണം അറിയാലോ ബാംഗ്ലൂരത്തെ തിരക്ക്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു അരമണിക്കൂർ വീണ്ടും പോസ്റ്റ് അടിച്ചിരുന്നു നമ്മൾ എൻട്രി കാര്യങ്ങളെല്ലാം സെറ്റ് ആവാൻ വേണ്ടി. പിന്നെ അവസാനം ആധാർ കാർഡും കാട്ടി കഷ്ടമുള്ളൊരു ID കാർഡും കിട്ടി. പിന്നെ ഈ ചേട്ടനെയും ചേച്ചിയുടെ ബാക്കിൽ നമ്മൾ ഫോളോ ചെയ്ത് പോയി. അവസാനം എവിടെ മിറർ കണ്ടാലും സെൽഫി നിർബന്ധമാണല്ലോ. പിന്നെ നമ്മൾ സ്ഥലമെല്ലാം സെറ്റ് ചെയ്തു. ഐ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡെൻ്റൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫിസിയോതെറാപ്പി, അങ്ങനെ വേറെ വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് വീണ്ടും കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് ഞാനിവിടെ ഇരുന്നു. പിന്നെ അവസാനം ഉച്ചക്കത്തെ ലഞ്ചുമായി. ലഞ്ച് നോൺ വെജ് ലഞ്ചായിരുന്നു, അതും കഴിച്ചു. പിന്നെ അതിനുശേഷം ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇതിലെല്ലാം ഞാൻ കോമൺ ആയിട്ട് കണ്ടത് IT കമ്പനി ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവർക്കും BP വാസ് സോ ഹൈ സൈഡിലായിരുന്നു. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടും പാക്കും എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ലൊരു മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ. പിന്നെ അവസാനം നമ്മളെ വണ്ടിയും വന്നു. ഇനി ഇവിടുന്ന് വീണ്ടും 1.5 മണിക്കൂർ ഹോസ്പിറ്റലിലേക്ക് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഞാൻ വീട്ടിലേക്ക് പോയി. ഇതിൻ്റെ സെക്കൻഡ് ക്യാമ്പസിൽ നാളെ വന്നിട്ട് ക്യാമ്പും കൂടി ഉണ്ട്. അപ്പോൾ ശരി, ബൈ, സീ യു.